സുഹൃത്തുക്കളെ നമസ്കാരം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണോ അതോ പുതിയ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് വരുന്നതാണോ എന്നും നമുക്കറിയത്തില്ല. ഞാൻ പറയാൻ പറ്റുന്നത് നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണം കട്ടതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ മാറിയിട്ട് ഗണേഷ് കുമാറിൻ്റെ പ്രശ്നമായി. ഇന്നത്തെ പ്രശ്നം ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് റിയാസിനെ മോദി വന്ന ഉദ്ഘാടന കർമ്മത്തിൽ ക്ഷണിച്ചില്ല. ഈ മുഹമ്മദ് റിയാസും മോദിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജഗജാന്തര വ്യത്യാസമുള്ളവരാണ്. ഒരു സ്റ്റേറ്റിലെ കേവലം ഒരു മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുടെ മരുമോനായത് കാരണമാണ് ഇത്രയും ഈ പ്രശ്നമുണ്ട്. ഈ മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തത് കാരണം ഈ മുഖ്യമന്ത്രിയും ആ ചടങ്ങിൽ പങ്കെടുത്തില്ല. എന്തൊരു വിരോധാഭാസമാണ്. ഈ കുടുംബക്കാരെ എല്ലാം ക്ഷണിച്ചുകൊണ്ട് അവിടെ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, ഇദ്ദേഹത്തിന് വേണേൽ അവിടെ പോകാമായിരുന്നു. അപ്പം ഈ മുഹമ്മദ് റിയാസും ഈ പിണറായി വിജയനും കൂടെ നടത്തുന്ന എന്ന് വെച്ചാൽ അവരുടെ കുടുംബം നടത്തുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ ഈ കേരളം ഭരിക്കുന്നത്? മോദി വന്നു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രി പോകാതിരിക്കുക കേട്ട് എന്നെ വിളിച്ചില്ലെന്നും പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര കോലാഹലങ്ങളൊക്കെയാണ് നടത്തിയത്. ഇതിൻ്റെ ഉപജ്ഞാതാവായിരിക്കുന്ന നിതിൻ ഗഡ്കരി പോലും വിളിച്ചിട്ടില്ലാരും. അദ്ദേഹം പോലും വന്നിട്ടില്ല. അപ്പോഴാണ് ഈ മുഹമ്മദ് റിയാസ് പറയുന്നത് എന്നെ വിളിച്ചില്ല. ഇങ്ങേര് വെറും ഒരു മരുമോൻ എന്നുള്ള സ്ഥാനം ഇതുകൊണ്ടാണ് ഇങ്ങേർക്ക് ഈ മന്ത്രിസ്ഥാനം വരെ കിട്ടിയത്. ഇതിൽ കൂടുതൽ ഇപ്പോൾ എന്തോ പറയാനാ. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.